ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയിട്ട് കാട്ടിൽ കൂടെ ഒന്ന് നടക്കാൻ പോവാണ്. നമ്മൾ പോണ വഴി എന്ന് പറഞ്ഞതാണ് ഒരു റോഡ്. ഇത് ഗസ്റ്റ് ഹൗസിൻ്റെ പണിക്ക് വേണ്ടി വെട്ടിയതാണ്. ധോണിയത്തെ വരുന്ന വഴിക്ക് ഒരു വ്യൂ ഉണ്ട്. അടിക്ക് ഭയങ്കര താഴ്ച കേട്ടോ. നല്ല കൊക്ക പോലെ കിടക്കുവാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉൾക്കാട്ടേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട്. അപ്പം അത് പോണ വഴിയാണ്. അല്ല, വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല രസമല്ല കാണാം. കാണിച്ചു തരാതെ. ഇപ്പം അനിമൽ പ്രസൻസ് ഒന്നും ഈ ടൈമിൽ ഉണ്ടാവില്ല കേട്ടോ. ഒരു ഉച്ച ടൈമല്ലേ. നമ്മൾ ഇങ്ങനെ കയറാൻ പോകണം കേട്ടോ. ഇവിടുന്ന് ആദ്യം കരടിയെ കണ്ടിരുന്നു. അപ്പോൾ ചുമ്മാ ഇങ്ങനെ കുറച്ച് വഴി വരെ നമ്മൾ കയറി വെക്കാൻ വേണ്ടി പോവാണ്. അവിടുന്നൊക്കെ നല്ല വ്യൂവാ. ആനയ്ക്ക് ഇറത്തൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ്. ഈ വഴി കൂടെ നേരെ വലിയൊരു മരം വീണ് കിടക്കുന്നുണ്ട് പോണ വഴിയില്. നമ്മൾ വീണ്ടും ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കാട് കണ്ട് ആസ്വദിക്കേണ്ടവർക്ക് വരാല്. അനിമൽ പ്രസൻസ് വല്ലാതെ പ്രതീക്ഷിക്കണ്ട. നമ്മളതൊക്കെ നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനെ കാട്ടിലേക്ക് കയറിക്കൊണ്ട് ഈ ഏരിയയാണ് കരടി ഉള്ളതെന്നാണ് അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏകദേശം നമുക്ക് ടൗൺ ഏരിയ, പാലക്കാട് ടൗണിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ സെറ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരുവിധം പാലക്കാട് ടൗൺ മൊത്തം കാണാം. ആ ഏരിയ മൊത്തം കാണാൻ പറ്റും. പാലക്കാട് ഏരിയയാണ് ഈ കാണുന്നത്.